അങ്ങനെ ഇതാ നമ്മൾ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഷൂളയിൽ എത്തിയിട്ടോ. ഫസ്റ്റത്തെ ഒരു മണിക്കൂർ ഫുൾ ഫോട്ടോഷൂട്ട് ആയിരുന്നു, ക്ലാസ് ഗ്രൂപ്പ് ആയിട്ടും അതുപോലെ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട്. അതിനുശേഷമാണ് ഞങ്ങളുടെ ഹാളിലേക്ക് കയറിയത്. ഫസ്റ്റത്തെ കുറച്ചു നേരം പ്രയറും അതിനുശേഷം ഫുഡ് അടിയായിരുന്നു. ഇവിടെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്ടിലാണെങ്കിൽ ലാസ്റ്റ് ഡേ ഫുഡ്, ഇവിടെ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വെറൈറ്റി ജർമ്മൻ ഫുഡ് എല്ലാം കഴിച്ച് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അതിനുശേഷം പ്രിൻസിപ്പലിന്റെയും ടീച്ചേഴ്സിന്റെ ഒക്കെ സ്പീച്ച് ആയിരുന്നു. പ്രിൻസിപ്പള് ഓരോ സ്റ്റുഡന്റിനെയും പറ്റിയിട്ട് അവരുടെ സ്വഭാവവും അവർ ഈ 3 വർഷം എങ്ങനെ ആയിരുന്നു അങ്ങനെ എല്ലാം സംസാരിച്ചിട്ടോ. എന്നെ പറ്റിയും പറഞ്ഞു കേട്ടോ. ഏതായാലും എന്നെ പറ്റി നല്ലതാ പറഞ്ഞിരിക്കുന്നത്. അവർ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഇന്ത്യൻ ഡാൻസർക്ക് കാണണമെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു ഇന്ത്യൻ ഡാൻസർക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഗ്രാജുവേഷന് ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും ജർമ്മൻ പിള്ളേരെല്ലാവരും അവരുടെ പാരന്റ്സിന്റെ കൂടെ വന്നപ്പോൾ സത്യത്തിൽ എനിക്കും വിഷമമായിട്ടോ. സമയത്ത് പാരന്റ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും കൂടി ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാലോ എന്ന് ആഗ്രഹിച്ചു പോയിട്ടോ. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച പോലെ എപ്പോഴും വന്നൊന്നും നിർബന്ധമില്ലല്ലോ. എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ ഒരു ഗ്രാജുവേഷൻ ഡേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ കഴിഞ്ഞ 22 കൊല്ലം കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ഞാൻ എന്റെ പരമാവധി എൻജോയ്